നമസ്കാരം. പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ത്രിരാഷ്ട്ര സഖ്യമാണിപ്പോൾ വാർത്തകളിലെ പ്രധാന വിഷയം. ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ തകർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന തരത്തിൽ വിലയിരുത്തലുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. തികച്ചും അനീതിയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത്. ഹിന്ദുക്കൾ ഒട്ടും സുരക്ഷിതരല്ലാത്ത സാഹചര്യം. ചൈനയും പാകിസ്ഥാന്റെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ പദ്ധതികൾ മെനയുന്നുണ്ട്. അതേസമയം ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശിന്റെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ നാടകീയമായ മാറ്റങ്ങളാണ് സംഭവിച്ചത്. കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത അയൽരാജ്യമെന്ന പദവിയിലിരുന്ന ബംഗ്ലാദേശ് ചൈനയുമായി പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നതാണ് കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ത്രിരാഷ്ട്ര സഖ്യം സംബന്ധിച്ച് വരുന്ന വാർത്തകൾ യുനെസിന്റെ ഇടക്കാല ബംഗ്ലാദേശ് സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ്. മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമല്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. കുൻമിംഗിൽ നടന്ന എക്സ്പോസിഷൻ, ചൈന ദക്ഷിണേഷ്യ സഹകരണ ഫോറം എന്നീ രണ്ട് ചൈനീസ് സ്പോൺസർ പ്രാദേശിക പരിപാടികളുടെ ഭാഗമായി ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒരു അനൗപചാരിക ത്രിരാഷ്ട്ര യോഗം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് വിശദീകരണവുമായി ബംഗ്ലാദേശ് എത്തിയത്. ഞങ്ങൾ ഒരു സഖ്യവും രൂപീകരിക്കുന്നില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് എം തൗഹീദ് ഹുസൈൻ വ്യക്തമാക്കി. ഒരു സഖ്യവും രൂപീകരിക്കുന്നതിനുള്ള ഒരു ഘടകങ്ങളും ഇതിൽ ഉണ്ടായിരുന്നില്ലെന്ന വിശദീകരണമാണ് യുനെസ് ഇപ്പോൾ നൽകുന്നത്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണോ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശമെന്ന ചോദ്യം യുനെസിനെതിരെ ഉയർന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശവും ഇല്ലെന്നാണ് യുനെസ് പറയുന്നത്. അതേസമയം 2025 ഫെബ്രുവരി മാസത്തിലാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള വ്യാപാരം ആരംഭിക്കുന്നത്. 1971 യുദ്ധത്തിനും പുതിയ രാജ്യത്തിന്റെ രൂപീകരണത്തിനും ശേഷം കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക വ്യാപാര ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റമാണ്. വ്യാപാര സഹകരണത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്ന് 50,000 ടൺ അരി ബംഗ്ലാദേശ് വാങ്ങി. അനൌദ്യോഗികമായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാരം വർഷത്തിൽ $661 ദശലക്ഷം ഡോളറിന്റേതായിരുന്നു. ഇത് വരും വർഷങ്ങളിൽ വലിയ തോതിൽ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദശകങ്ങൾ നീണ്ട ശത്രുതയിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിൻവാങ്ങിയതോടെ മേഖലയിലെ ഭൗമ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവിന് തുടക്കമാവുകയായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.